തുള്ളി പോലെ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിയാക്കാതെ എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കി വിങ് ഐലൈനർ റെഡി ആയിട്ട്. ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വിങ്ഡ് ഐലൈനർ ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. വളരെ സിമ്പിളായിട്ട് പറ്റും, പക്ഷെ ഞാൻ പറഞ്ഞു തരുന്ന പോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. തുടക്കക്കാർക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു ടൂൾസും യൂസ് ചെയ്യുന്നില്ല, കൈവച്ച് തന്നെയാണ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ലാക്മേയുടെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. പക്ഷേ എനിക്കിതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ. അത് കുറേ കൂടെ അഫോർഡബിൾ ആണ്, പക്ഷെ നല്ല ഐലൈനർ. നിങ്ങളുടെ ഫേവറേറ്റ് ഐലൈനർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ തുറന്നെടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഇങ്ങനെ എക്സസ് ആയിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവും. അത് മുഴുവൻ ആ കുപ്പിയിലോട്ട് തന്നെ ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ച് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ടിപ്പ് നല്ല ഷാർപ്പായിട്ട് വേണം എടുക്കാനായിട്ട്. ഇതൊരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, പിന്നെ ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ്. തുള്ളി പോലെ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഐലൈനർ വരയ്ക്കുന്ന സമയത്ത് ഒരു കട്ട കൊണ്ടുവരാനും പിന്നെ അത് മൊത്തം മെസ്സാവും. അതുകൊണ്ടാണെങ്കിലും നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറയുന്നത്. എന്നാലും നമുക്ക് വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇങ്ങനെ ഷാർപ്പ് ടിപ്പാക്കി എടുത്തതിന് ശേഷം നമുക്ക് വരച്ചു തുടങ്ങാം. പിന്നെ ഓരോ തവണ ഡിപ്പ് ചെയ്യുമ്പോഴും ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. നിങ്ങൾക്ക് കൈ വെച്ച് കണ്ണ് അടച്ച് പിടിക്കണമെങ്കിൽ അങ്ങനെ ആവാം. കണ്ണ് അടച്ച് ഒരു കണ്ണ് മാത്രമായിട്ട് അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ സാധാരണ ഒരു ലൈൻ ഫസ്റ്റ് വരച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഒരു തിൻ ലൈനാണ് നമുക്ക് വരച്ചു കൊടുക്കേണ്ടത്. കട്ടിയാക്കാതെ എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കുക. കാര്യം നമുക്ക് പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കട്ടിയാക്കിയാൽ മതി. ഇനി ഈ ഒരു വോണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ഐലൈനറിൻ്റെ വോണ്ട്, ഇത് ഡിപ്പ് ചെയ്യരുത്, പുതിയതായിട്ട് ഐലൈനർ എടുക്കരുത്. ആ വോണ്ട് വെച്ച് തന്നെ ഒരു വാല് നീട്ടി നമ്മുടെ ആ രണ്ട് കണ്ണിൻ്റെ പീലി വരുന്നതിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നും പുറത്തോട്ടാക്കി വരച്ചു കൊടുക്കുക. നമുക്ക് എത്ര നീളത്തിലുള്ള വാലാണോ വേണ്ടത് അതിനനുസരിച്ച് വരച്ചു കൊടുക്കാം. കുറച്ച് ഡ്രാമറ്റിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല നീളത്തിൽ വരച്ചു കൊടുക്കുക, നല്ല ഭംഗിയായിരിക്കും. എനിക്ക് പൊതുവേ നല്ല നീളമുള്ള വാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് വരച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് നീട്ടി വരച്ചതിന് ശേഷം ഇതിങ്ങനെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ആദ്യം വളരെ കട്ടി കുറഞ്ഞ ഒരു ലൈൻ വരച്ചു കൊടുക്കുക, എന്നിട്ട് വാല് വരച്ചു കൊടുക്കുക, പിന്നെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫില്ല് ചെയ്തെടുത്താൽ മതി. അടിപൊളി വിങ് ഐലൈനർ റെഡി ആയിട്ടുണ്ട്. ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.